Hi everyone, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി MCQന്റെ പാർട്ട് 2 ആണ്. So let us start. First question, if x raised to m plus y raised to m is equal to 1 such that dy by dx is equal to minus x by y, then what should be the value of m? Options തന്നിരിക്കുന്നു നോക്കാം. A 0, B 1, C 2, D none of the above. Correct answer option C ആണ്, that is 2. നമുക്ക് എങ്ങനെ എക്സ്പ്ലനേഷൻ നോക്കാം. That is x raised to m plus y raised to m is equal to 1 തന്നിട്ടുണ്ട്. Such that dy by dx equal to minus x by y എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ m ന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ യൂസ് ചെയ്യുക. x raised to m plus y raised to m is equal to 1. എന്നിട്ട് LHS and RHS നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു x. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? x raised to m ന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? ആ പവർ എന്താണ് അത് ആദ്യം എഴുതുക. m into x raised to m minus 1. നമ്മൾ അറിയാലോ d by dx of x raised to n ന്റെ ജനറൽ ഫോർമുല എന്താ? n into x raised to n minus 1 അല്ലേ? സോ m into x raised to m minus 1 ഫസ്റ്റ് ടേം കിട്ടി. സെക്കൻഡ് ടേമിന്റെ എന്താ വരിക? ഇതേപോലെ m into y raised to m minus 1 into ഒരു എക്സ്ട്രാ ടേം എന്താ വരിക? y നെ വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷ്യൽ എഴുതണം. dy by dx അത് എപ്പോൾ എടുത്താലും നമ്മൾ കൺസിഡർ ചെയ്യണം ആ ടേം is equal to 0. കാരണം എന്താ? 1 ന്റെ ഡെറിവേറ്റീവ് എന്താ? കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആണ്. ഇനി നമുക്ക് ചെറിയൊരു റീഅറേഞ്ച്മെന്റ് ചെയ്യാം. അതായത് ഈ dy by dx ന്റെ ടേം മാത്രം LHS എഴുതാം, ബാക്കി RHS കൊണ്ടുപോകാം. സോ m into x raised to m minus 1 RHS കൊണ്ടുപോയി. അപ്പോൾ മൈനസ് m into x raised to m minus 1 കിട്ടി. ഇനി dy by dx മാത്രം LHS എഴുതാം. അപ്പോൾ അതിന്റെ കൂടെയുള്ള പ്രോഡക്റ്റിനെ നമ്മൾ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ ഡിനോമിനേറ്റർ ആയിട്ട് വരും. സോ ഇവിടുത്തെ m ക്യാൻസൽ ആവും. m ക്യാൻസൽ ആവും. പിന്നെ മൈനസ് എന്നുള്ള ടേം ഉണ്ട്. ഇനി നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി dy by dx is മൈനസ് x by y അല്ലെ? സോ ഇവിടെ ഇപ്പൊ കിട്ടിയതും dy by dx അല്ലേ? അപ്പൊ രണ്ടും ഇക്വേറ്റ് ചെയ്യാം. സോ മൈനസ് m into x raised to minus 1 by m into y raised to minus 1. ഈ അപ്പൊ തന്നെ ക്യാൻസൽ ചെയ്യാം. is equal to minus x by y. രണ്ടും ഇക്വേറ്റ് ചെയ്യുക, കാരണം രണ്ടും dy by dx ആണ്. നമുക്ക് കിട്ടിയതും തന്നിരിക്കുന്നതും dy by dx ആണ്. അപ്പോൾ രണ്ട് ഇക്വേഷൻസും ഇക്വേറ്റ് ചെയ്യുക. സോ x raised to m minus 1 by y raised to m minus 1 is equal to ഇവിടുത്തെ ഈ രണ്ട് മൈനസും ക്യാൻസൽ ആയിപ്പോൾ. ഓക്കെ, is equal to x by y കിട്ടും. അപ്പോൾ ഇവിടെ ചെറിയൊരു റീഅറേഞ്ച്മെന്റ് എന്താ? ഇത് സെയിം പവർ ആണ് വന്നിരിക്കുന്നത് അല്ലേ? സോ x by y whole raised to m minus 1 കോമൺ ആയി കൂടെ is equal to ഇവിടെ RHSൽ x by y ആണ്. അതിന്റെ മീനിങ് എന്താ? അതിന്റെ പവർ 1 ആണ്. നമുക്ക് m അല്ല കണ്ടുപിടിക്കേണ്ടത്. സോ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് RHSൽ പവർ ഒന്നുമില്ല ബട്ട് 1 എന്ന് എഴുതാം. സോ ഇനി രണ്ട് ടേംസിലും LHSലും RHSലും x by y ആണ്. ബേസ് സെയിം ആണ്. സോ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് m minus 1 is equal to 1. ഈ 1 അങ്ങോട്ട് പോയാൽ m is equal to 1 plus 1, that is 2. Second question, if x raised to y is equal to e raised to x minus y, then dy by dx is equal to a 1 by y is equal to 1 by x minus y, b log x by 1 plus log x whole square, c e raised to x by x raised to x minus y, d log x by log x minus log y. Correct answer option B ആണ്, log x by 1 plus log x whole square. അപ്പോൾ എക്സ്പ്ലനേഷൻ നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് എന്താ? x raised to y is equal to e raised to x minus y. അങ്ങനെയാണെങ്കിൽ dy by dx ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ x raised to y by e raised to x minus y ഇക്വേഷൻ എഴുതി. എന്നിട്ട് ലോഗ് എടുക്കുക. അപ്പോൾ ലോഗ് LHSലും RHSലും എടുക്കണം അല്ലേ? അപ്പോൾ ലോഗ് ഓഫ് a raised to x നമുക്കറിയാം x into log a ആണ് അല്ലേ? അപ്പോൾ ജനറൽ ഫോർമുല നമ്മൾ എഴുതുകയാണെങ്കിൽ ഇങ്ങനെയാണ്. സോ ലോഗ് ഓഫ് x raised to y എന്ത് വരും? ആ പവർ കോഎഫിഷ്യന്റ് ആയത് എന്നിട്ട് ലോഗ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. സോ x raised to y എന്താ വരും? y into log x വരും is equal to, അപ്പോൾ e raised to x minus y എന്താ വരും? x minus y പവർ into log e, ആ ബേസിന്റെ log. സോ ഇവിടെ log e യുടെ വാല്യൂ 1 ആണ് നമുക്കറിയാം. അപ്പോൾ y log x is equal to x minus y into 1, അതായത് x minus y. ഇനി ചെറിയ റീഅറേഞ്ച്മെന്റ്, അതായത് y യുടെ ടേംസ് LHSൽ കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ y log x plus y വരും. എന്നിട്ട് y ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ y into log x plus 1 is equal to x റൈറ്റ് സൈഡിലുള്ളത് അങ്ങനെ തന്നെ എഴുതി. ഓക്കെ, സോ y is equal to ഇതിൽ നിന്ന് y മാത്രം എഴുതുക. ഈ ടേം ഡിനോമിനേറ്ററിൽ പോകും. x divided by log x plus 1. ഇനി നമുക്ക് എന്താ വേണ്ടത്? dy by dx വേണം. സോ x by log x plus 1ന്റെ നമുക്ക് ഡെറിവേറ്റീവ് കാണാം അല്ലേ? അപ്പോൾ ന്യൂമറേറ്ററും എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഡിനോമിനേറ്ററും എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എഫ് ബൈ ജി ഫോം, അതായത് ഒരു ഫംഗ്ഷൻ ഡിവൈഡ് ബൈ അനദർ ഫംഗ്ഷൻ, ഇതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ കാണാം? ജി എഫ് ഡാഷ് മൈനസ് എഫ് ജി ഡാഷ് ഡിവൈഡ് ബൈ ജി സ്ക്വയർ. നോർമലി ഒരു ഫോർമുല നമ്മൾ ജനറൽ ആയിട്ട് പഠിക്കാറില്ല. സോ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ഡിനോമിനേറ്റർ ആണ് ജി, ന്യൂമറേറ്റർ എഫ്.
So denominator into derivative of numerator minus numerator into derivative of denominator divided by square of denominator. അപ്പോൾ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഡിനോമിനേറ്റർ നമുക്ക് ഇപ്പോൾ x by log x plus 1 ആണ് നമുക്ക് ഉള്ള ഫംഗ്ഷൻ അല്ലേ. log x x ഇങ്ങനെ ഇത്. So x by log x plus 1. അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് ടൈം എന്താ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ദാറ്റ് ഈസ് log x plus 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് ഓഫ് x എന്താ 1 ആണ് വിത്ത് റെസ്പെക്ട് ടു x അല്ലേ ചെയ്യണം. അപ്പോൾ log x plus 1 ഇനി മൈനസ് സെക്കൻഡ് ടേം എന്താ വരിക ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ x ആണ് പിന്നെ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ log x plus 1ന്റെ ഡെറിവേറ്റീവ് 1ന്റെ ഡെറിവേറ്റീവ് 0 ആണ് log xന്റെ എന്താ 1 by x അപ്പോൾ അത് എഴുതി ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ഡിനോമിനേറ്റർ അതായത് log x plus 1 ഹോൾ സ്ക്വയർ. അപ്പോൾ ഡിവൈഡ് ബൈ dx ഈക്വൽ ടു ഇനി ഇത് ജസ്റ്റ് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ എക്സും എക്സും ക്യാൻസൽ ആവും. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സോ log x plus 1 minus 1 വരും. സോ ഈ 1ഉം -1ഉം ക്യാൻസൽ ആയി. അപ്പോൾ log x divided by log x plus 1 whole square. Third question, if x raised to m into y raised to n is equal to x into y into a raised to m plus 1, m plus n, then what is dy by dx? Options തന്നിരിക്കുന്ന a minus of m minus 1 into x by n minus 1 into y, b minus my by nx, c minus of m minus 1 into y divided by n minus 1 into x, d none of these. Correct answer option c ആണ് minus of m minus 1 into y by n minus 1 into x. നമുക്ക് explanation നോക്കാം. x raised to m into y raised to n തന്നിരിക്കുന്നത് x into y into a raised to m plus n ആണ്. ഇവിടെ a എന്ന് പറയുന്നത് എന്താ കോൺസ്റ്റന്റ് ആണ്. വേരിയബിൾസ് ആകെ കൂടിയുള്ളത് ഏതാ x ഉം y ഉം ആണ് അല്ലേ. അപ്പോൾ ഇനി ആസ് യൂഷ്വൽ നമ്മൾ log എടുക്കുക LHSലും RHSലും. സോ log of x raised to m into y raised to n എന്താ വരിക log ab എന്ന് പറയുന്നത് log a plus log b ആണ്. അതുപോലെ log xy എന്താ log x plus log y. സോ log x raised to m plus log y raised to n ഇതാണ് LHS വരെ. അതേപോലെ RHSും ഓരോ പ്രോഡക്റ്റിനും സെപ്പറേറ്റ് ആയി log എടുത്ത് ആഡ് ചെയ്ത് എഴുതുക. സോ ഇവിടെ എന്താ വരിക log x plus log y plus log a raised to m plus n. ഓക്കെ ഓരോ ടേംസിന്റെയും സെപ്പറേറ്റ്ലി log എടുത്തിട്ട് ആഡ് ചെയ്ത് എഴുതാം. ഇനി എന്താ ചെയ്യേണ്ടത് log of x raised to m നേരത്തെ പറഞ്ഞ പോലെ m log x ആണ് n log y then RHS എന്താ വരിക log x log y സെയിം. ഇനി log a raised to m plus n എന്താ വരിക m plus n into log a. ഇനി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക ത്രൂ ഔട്ട് LHSും RHSും. അപ്പോൾ നമുക്ക് log xന്റെ 1 by x എന്നറിയാം. പിന്നെ m ഉം n ഉം എല്ലാം കോൺസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ കോൺസ്റ്റൻസിന്റെ ഡെറിവേറ്റീവ്സ് എല്ലാം നമുക്ക് ജസ്റ്റ് ഇപ്പോൾ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ കോൺസ്റ്റന്റ് മാറ്റി എഴുതിയിട്ട് അതിൻ്റെ ഒപ്പം ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ആ വേരിയബിളിന്റെ ഡെറിവേറ്റീവ് മാത്രം എഴുതാം. സോ m into log xന്റെ എന്താ വരിക m into 1 by x അതായത് m by x വരും. നെക്സ്റ്റ് n into log y അതായത് n into log yയുടെ 1 by y ആണ്. പക്ഷെ yയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് x എന്താ dy by dx ടേം കൺസിഡർ ചെയ്യാം. is equal to 1 by x plus 1 by y into dy by dx അതായത് log x ന്റെ 1 by x ആണ്. ഇനി log yയുടെ 1 by y into dy by dx ആണ്. പിന്നെ അടുത്തത് a raised to m plus 1 അതായത് m plus n into log a. അപ്പോൾ അവിടെ ഓൾറെഡി അത് കോൺസ്റ്റന്റ് ആണ് ഫുൾ ടേം കോൺസ്റ്റന്റ് ആണ്. സോ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 കിട്ടും. അപ്പോൾ ഈ ലാസ്റ്റ് ടേം ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് ആ കൂടി ടേംസ് വരുന്നത് എന്താ ഇവിടെ ജസ്റ്റ് ഒരു റീഅറേഞ്ച്മെന്റ് ചെയ്യാം. അപ്പോൾ m by x ഉണ്ട് 1 by x ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് ജസ്റ്റ് m by x RHSൽ കൊണ്ടുപോകും. അപ്പോൾ 1 by x minus m by x കിട്ടും. അതായത് 1 minus m by x കിട്ടും. ഇനി ഇതിനെ മൈനസ് ഓഫ് m minus 1 by x ആക്കുകയാണ്. കാരണം ഓപ്ഷൻസിൽ അങ്ങനെയാണ് ഒരു ടേം ഉള്ളത്. ഇനി ഇവിടെ ബാക്കി ടേംസ് എന്താ dy by dxന്റെ 2 ടേംസ് ഇത് LHSൽ കൊണ്ടുവരിക. സോ dy by dx കോമൺ ആയി പുറത്തെടുത്തു കഴിഞ്ഞാൽ n by y minus 1 by y കിട്ടും. അതായത് n minus 1 by y അല്ലേ. എന്നിട്ട് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. സോ ഈ ടേം എന്ന് പറയുന്നത് dy by dx into n minus 1 by y is equal to minus of m minus 1 by x വരും. ഇനി dy by dx അല്ലേ വേണ്ടത്. ജസ്റ്റ് ഇത് റെസിപ്രോക്കൽ ആയിട്ട് RHSന് മുമ്പ് റെസിപ്രോക്കൽ ആയി മൾട്ടിപ്ലൈ ആവും അല്ലേ. സോ മൈനസ് ഓഫ് m minus 1 into y divided by n minus 1 into x കിട്ടും. Fourth question, if y is equal to x raised to x, what is dy by dx at x equal to 1? A 0, B 1, C minus 1, D 2. Correct answer option B ആണ് 1. അതായത് y is equal to x raised to x ആണ്. Again as usual log എടുക്കുക. അപ്പോൾ log y എന്താവും x അതായത് log x raised to x അതായത് x log x കിട്ടും അല്ലേ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഡെറിവേറ്റീവ് കാണാം. സോ ഡിഫറൻഷിയേറ്റ് ചെയ്യുക രണ്ട് സൈഡിലും.
അപ്പോൾ log y യുടെ ഡെറിവേറ്റീവ് എന്താ 1/y into dy by dx. ഇനി x into അതായത് ഈ ഒരു സ്റ്റെപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതായത് x into നമുക്ക് x log x അല്ല, അപ്പോൾ x into നമുക്ക് x log x ന്റെ ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കുക? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ? അപ്പോൾ കാരണം രണ്ട് ഫംഗ്ഷൻസിനും x ഉണ്ട്. സോ ഫസ്റ്റ് ഫംഗ്ഷൻ അതായത് x into ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് അതായത് 1/x log x ന്റെ 1/x അല്ലേ, പ്ലസ് ഇനി ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്താ? x ന്റെ ഡെറിവേറ്റീവ് 1 into log x ന്റെ log x അങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, അപ്പോൾ x into 1/x എന്ത് വരും? 1 വരും. 1 plus log x കിട്ടും. അതാണ് ഈ ടേം എഴുതിയിരിക്കുന്നത്. സോ dy by dx is equal to, ഇനി ഈ y നെ നമ്മൾ RHS കൊണ്ടുപോകണം. സോ dy by dx equal to y into 1 plus log x എഴുതി. അതായത് y നമുക്ക് ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട് x raised to x ആണെന്ന്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം ഇനിയിപ്പോൾ x ന് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. തന്നിരിക്കുന്ന x equal to 1 അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ y is equal to x raised to x, y നെ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി x ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ x equal to 1 കൊടുക്കുക. അപ്പോൾ dy by dx equal to x raised to x എന്താ? 1 raised to 1 into 1 plus log x ൽ x ന് 1 കൊടുത്തു. അപ്പോൾ 1 into 1 plus log 1 എന്താ? 0 ആണ്. സോ 1 into 1 അതായത് 1 ആണ് ആൻസർ കിട്ടുക. Fifth question, what is the derivative of the function f of x is equal to e raised to tan x plus ln sec x minus e raised to ln x at x equal to pi by 4. അപ്പോൾ ln എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗരിതം ആണ്. a e by 2, b e, c 2e and d 4e. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 2e. നമുക്ക് അത് എങ്ങനെയാണ് വരുന്നത് നോക്കാം. തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഴുതുക, അതായത് f of x equal to e raised to tan x plus ln sec x minus e raised to ln x. അപ്പോൾ ഇവിടെ നമുക്ക് f of x എന്ന് പറയുന്നത് ഈ e raised to ln x എന്താ? മൈനസ് കൺസിഡർ ചെയ്യേണ്ട. e raised to ln of a function എന്ന് പറയുന്നത് ആ ഫംഗ്ഷൻ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എഴുതാം, റീപ്ലേസ് ചെയ്യാൻ പറ്റും. സോ e raised to ln x നെ എന്തായിട്ട് റീപ്ലേസ് ചെയ്യാം? x ആയിട്ട് റീപ്ലേസ് ചെയ്യാം. ക്ലിയർ ആയോ? കാരണം e raised to ln x എന്താ? x ആണ്. അപ്പോൾ x ന് പകരം വേറെ ഏത് വന്നാലും ആ ഫംഗ്ഷനാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. സോ സെക്കൻഡ് സ്റ്റെപ്പിൽ ജസ്റ്റ് e raised to ln x നെ x എന്ന് റീപ്ലേസ് ചെയ്തു. ഇനി നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് f of x വിത്ത് റെസ്പെക്ട് ടു x ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? e raised to tan x ന്റെ ഡെറിവേറ്റീവ് കാണാം. നമുക്കറിയാം e raised to x ന്റെ e raised to x തന്നെയാണ്. അപ്പോൾ ഇവിടെ x ന് പകരം tan x ഉണ്ട്, അതുകൊണ്ട് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം. അതായത് e raised to tan x അങ്ങനെ എഴുതി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ പവർ വിത്ത് റെസ്പെക്ട് ടു x, അതായത് tan x ന്റെ ഡെറിവേറ്റീവ് എന്താ? sec square x ആണ്. ക്ലിയർ ആയല്ലോ? സോ e raised to tan x into sec square x കിട്ടി. ഇനി സെക്കൻഡ് ടേം എന്താ? ln sec x, അതായത് ലോഗിന്റെ എന്താ? 1 log x ന്റെ 1/x ആണ്. അപ്പോൾ ഇവിടെ x ന് പകരം sec x, സോ 1/sec x ഇൻറ്റു അഗെയിൻ x ന് പകരം sec x ആണ്. സോ അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ചെയിൻ റൂൾ പ്രകാരം. സോ sec x ന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം sec x into tan x ആണ്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി മൈനസ് ഫൈനലി x എന്ന് പറയുന്ന ടേമിന്റെ ഡെറിവേറ്റീവ് ആണ് വേണ്ടത് അല്ലേ? സോ ഇവിടെ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ആണ്, മൈനസ് അവിടെ ഓൾറെഡി ഉണ്ട്. നമുക്ക് ഇത്രയും ടേംസ് കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്? at x equal to pi by 4 ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. സോ x equal to pi by 4 f dash of x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ f dash ആണ്, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ f dash of pi by 4 ഇപ്പോൾ കിട്ടിയ f ഡാഷിൽ x ന് pi by 4 കൊടുക്കുക എല്ലായിടത്തും. സോ e raised to tan pi by 4 എന്ന് പറയുന്നത് എന്താ? 1 ആണ് അല്ലേ? അതുപോലെ sec pi by 4 എന്ന് പറയുന്നത് √2 ആണ്. സോ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. tan pi by 4 1 ആണ്, അപ്പോൾ e raised to 1 കിട്ടും. ഇനി sec pi by 4 √2 ആണ്, sec square x ഉള്ളതുകൊണ്ട് √2 സ്ക്വയർ വന്നു. പ്ലസ് ഇനി ഈ 1/sec x into sec x അത് ക്യാൻസൽ ആയി, tan x വരും. tan pi by 4 അഗെയിൻ 1 ആണ്, അപ്പോൾ +1 -1 അങ്ങനെ എഴുതി. ഇനി 1ഉം 1ഉം ക്യാൻസൽ ആവും. √2ന്റെ സ്ക്വയർ എന്താ? 2 ആണ് അല്ലേ? സോ 2 into e ആണ് ആൻസർ കിട്ടും. Sixth question, the derivative of sec square x with respect to tan square x is. അപ്പോൾ ഒരു ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ചെയ്യാത്ത ഫംഗ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. a 1 b 2 c 2 sec x tan x and d 2 sec square x tan x. കറക്റ്റ് ആൻസർ നമുക്ക് എന്താ? a ആണ്, ഓപ്ഷൻ a ആണ് വരുന്നത്. എക്സ്പ്ലനേഷൻ നോക്കാം. അതായത് രണ്ടും ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതായത് u is equal to sec square x എടുക്കുക, ഏത് വേണമെങ്കിൽ എടുക്കാം. u is equal to sec square x കൺസിഡർ ചെയ്യുക, b is equal to tan square x കൺസിഡർ ചെയ്യുക, എന്നിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു x. ഓക്കെ, അപ്പോൾ നമുക്ക് du by dx, അതായത് ഓരോന്നിനെയും വിത്ത് റെസ്പെക്ട് ടു x സെപ്പറേറ്റ് ഡിഫറൻഷ്യൽ കാണാം. അപ്പോൾ du by dx കിട്ടും, ദാറ്റ് ഇസ് 2 sec x, അതായത് sec square x ന്റെ ഡെറിവേറ്റീവ് എന്താ? നമുക്കറിയാം 2 പവർ വന്നതുകൊണ്ട് 2 into sec
എക്സ് റേസ് ടു 2 മൈനസ് 1, അതായത് 2 ഇൻറ്റു സീക്ക് എക്സ്. ഇനി ചെയിൻ റൂൾ പ്രകാരം സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. അപ്പോൾ നമുക്ക് 2 സീക്ക് എക്സ് ടാൻ എക്സ് കിട്ടി അല്ലേ. ഇനി ഡി വി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ടാൻ സ്ക്വയർ എക്സിന്റെ, ആദ്യം ടാൻ സ്ക്വയർ എക്സിന്റെ 2 ടാൻ എക്സ് ആണ്. ചെയിൻ റൂൾ എന്ന് പറയുന്നത് ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് സീക്ക് സ്ക്വയർ എക്സ്. അപ്പോൾ 2 ടാൻ എക്സ് സീക്ക് സ്ക്വയർ എക്സ് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്, ഇത് രണ്ടും കൂടിയിട്ട് ഡിവൈഡ് ചെയ്യുക, അതായത് ഡെറിവേറ്റീവ് ഓഫ് സീക്ക് സ്ക്വയർ എക്സ് വിത്ത് റെസ്പെക്ട് ടു ആണ് ചോദിച്ചിരിക്കുന്നത് ടാൻ സ്ക്വയർ എക്സ്. അപ്പോൾ ഫസ്റ്റ് ഇതിന്റെ ന്യൂമറേറ്ററിൽ ചെയ്യുക, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ടാൻ സ്ക്വയർ എക്സിന്റെ ഡെറിവേറ്റീവ് ചെയ്യുക, ദാറ്റ് ഈസ് ഡി യു ബൈ ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി വി ബൈ ഡി എക്സ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഡി യു ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഇവിടെ ഇത് നോക്കിയാൽ തന്നെ അറിയാം, 2 തവണ സീക്ക് വന്നിട്ട് 2 സീക്ക് സ്ക്വയർ എക്സ് ടാൻ എക്സ് ആണ്. ഇനി അതുപോലെ ഡിവൈഡഡ് ബൈ നമുക്ക് ഇത് ഈ ഒരു ഡി വി ബൈ ഡി എക്സ്, അതായത് അതും 2 ടാൻ എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ് ആണ് വന്നിരിക്കുന്നത്. സോ ഇതെല്ലാം ടേംസും ഇതിൽ ക്യാൻസൽ ആയി പോകും അല്ലേ, 2 2 ക്യാൻസൽ ആവും. അപ്പോൾ എല്ലാം സെയിം ടേം ആയതുകൊണ്ട് 1 ആണ് ആൻസർ കിട്ടും. സോ ഇവിടെ താഴെ 1 ആണ് ആൻസർ. 7th question, what is the derivative of f of tan x with respect to g of sec x at x equal to pi by 4 if f dash of 1 is equal to 2 and g dash of root 2 is equal to 4? അപ്പോൾ നമുക്ക് കുറച്ച് എക്സ്ട്രാ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്, എഫ് ഡാഷ് ഓഫ് 1 2 ആണെന്നും ജി ഡാഷ് ഓഫ് റൂട്ട് 2 4 ആണെന്നും. അപ്പോൾ അതെന്തായാലും ലാസ്റ്റ് ഒരു ടൈമിൽ നമുക്കത് സബ്സ്റ്റിറ്റ്യൂഷൻ ആവശ്യം വരും. എക്സ് ഇക്വൽ ടു പൈ ബൈ 4 ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് ടാൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു ജി ഓഫ് സീക്ക് എക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എ റൂട്ട് 2, ബി 1 ബൈ റൂട്ട് 2, സി റൂട്ട് 3 ആൻഡ് ഡി നൺ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1 ബൈ റൂട്ട് 2. എക്സ്പ്ലനേഷൻ നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആദ്യം ഡെറിവേറ്റീവ് ഓഫ് ഏതാ കാണേണ്ടത്, അത് വി എടുത്തു. ഓക്കെ, യു വി ഏത് വേണമെങ്കിൽ എടുക്കാം. വി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടാൻ എക്സ് എടുത്തു. ഇനി യു ഇസ് ഈക്വൽ ടു ജി ഓഫ് സീക്ക് എക്സ് എടുത്തു. ഇനി ഡി വി ബൈ ഡി എക്സ് ആദ്യം കാണും, അതായത് എഫ് ഓഫ് ടാൻ എക്സ് ആണ് തന്നിരിക്കുന്നത്, ആ ഫംഗ്ഷൻ ഓഫ് ടാൻ എക്സ് ആണ്. അപ്പൊ അതെന്താ ടേം എക്സാക്ട്ലി നമുക്ക് അറിയില്ല. സോ എഫിന്റെ ഡെറിവേറ്റീവ് എന്താ സാധാരണ നമ്മൾ എഴുതാറില്ലേ, എഫിന്റെ എഫ് ഡാഷ് ഓഫ് എക്സ് എഴുതാറില്ലേ, അതുപോലെ എഫ് ഓഫ് ടാൻ എക്സിന്റെ എഫ് ഡാഷ് ഓഫ് ടാൻ എക്സ് എഴുതാം. എന്നിട്ട് ഇൻറ്റു ചെയിൻ റൂൾ പ്രകാരം ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് സീക്ക് സ്ക്വയർ എക്സ്. അതേപോലെ ഡി യു ബൈ ഡി എക്സ് എന്താ കിട്ടുക, ജി ഡാഷ് ഓഫ് സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ്, അതായത് സീക്ക് എക്സ് ടാൻ എക്സ്, അതുകൊണ്ട് ചെയിൻ റൂൾ പ്രകാരം മൾട്ടിപ്ലൈ ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഡി വി ബൈ ഡി യു ആണ് വേണ്ടത് അല്ലെ. എഫ് ഓഫ് ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ജി ഓഫ് സീക്ക് എക്സ് ആണ്. സോ ഡി വി ബൈ ഡി യു ആണ് വേണ്ടത്. ദാറ്റ് ഇസ് നേരത്തെ ചെയ്ത പോലെ ഡി വി ബൈ ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി യു ബൈ ഡി എക്സ് ചെയ്താൽ മതി അല്ലെ. അപ്പോൾ ഡി വി ബൈ ഡി എക്സ് എന്നത് എഫ് ഡാഷ് ഓഫ് ടാൻ എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ്. ഇനി ഡിവൈഡഡ് ബൈ ഡി യു ബൈ ഡി എക്സ് എന്താണ്, ജി ഡാഷ് ഓഫ് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് സീക്ക് എക്സ്. ഇനി എന്തെങ്കിലും ടേംസ് ക്യാൻസൽ ചെയ്യാണ്ടോ നോക്കുക, അതായത് ഇവിടെ ഒരു സീക്ക് എക്സും സീക്ക് സ്ക്വയർ എക്സിൽ ഒരു സീക്ക് എക്സും പോയി. അപ്പോൾ എഫ് ഡാഷ് ഓഫ് ടാൻ എക്സ് ഇൻറ്റു സീക്ക് എക്സ് ഡിവൈഡഡ് ബൈ ജി ഡാഷ് ഓഫ് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് കിട്ടി. ഇനി ഇതിൽ ഈ സീക്ക് എക്സ് എന്ന് പറയുന്നത് എന്താ, 1 ബൈ കോസ് എക്സ് ആണ്. ആൻഡ് ടാൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. അതായത് 1 ബൈ കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ബൈ കോസ് എക്സ്. ഈ ബൈ കോസ് എക്സ് ക്യാൻസൽ ആവും. അപ്പോൾ താഴെ ഒരു സൈൻ എക്സിന്റെ ടേം മാത്രം വരും. എഫ് ഡാഷ് ഓഫ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ ജി ഡാഷ് ഓഫ് സീക്ക് എക്സ് ഇൻറ്റു സൈൻ എക്സ്. ഇനി എന്താ ചെയ്യേണ്ടത്, എറ്റ് എക്സ് ഇക്വൽ ടു പൈ ബൈ 4 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലേക്ക് ആക്കിയിട്ടേ ഇത് ചെയ്യാൻ പാടുള്ളൂ. എക്സ് ഇക്വൽ ടു പൈ ബൈ 4 കൊടുക്കുക. സോ എഫ് ഡാഷ് ഓഫ് ടാൻ പൈ ബൈ 4 ഡിവൈഡഡ് ബൈ ജി ഡാഷ് ഓഫ് സീക്ക് പൈ ബൈ 4 ഇൻറ്റു സൈൻ പൈ ബൈ 4. ടാൻ പൈ ബൈ 4 1 ആണ്, സീക്ക് പൈ ബൈ 4 റൂട്ട് 2 ആണ്. സെയിം തന്നെ പ്രീവിയസ് ക്വസ്റ്റനിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി ഇതിൽ നമുക്ക് ഓൾറെഡി എഫ് ഡാഷ്, അപ്പോൾ ഓൾറെഡി നമുക്ക് ന്യൂമറേറ്റേഴ്സ് എന്താ കിട്ടുക, ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ന്യൂമറേറ്ററിൽ എഫ് ഡാഷ് ഓഫ് ടാൻ പൈ ബൈ 4 1 ആണ്, താഴെ ജി ഡാഷ് ഓഫ് സീക്ക് പൈ ബൈ 4 റൂട്ട് 2 ആണ്. ഈ എഫ് ഡാഷ് ഓഫ് 1 എന്ന് പറയുന്നത് 2 തന്നിട്ടുണ്ട്, ജി ഡാഷ് ഓഫ് റൂട്ട് 2 എന്ന് പറയുന്നത് 4 തന്നിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമുക്ക് സൈൻ പൈ ബൈ 4 1 ബൈ റൂട്ട് 2 ആണെന്ന് അറിയാം. സോ ഡി വി ബൈ ഡി യു എറ്റ് എക്സ് ഇക്വൽ ടു പൈ ബൈ 4 എന്താ, ഈ തന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 2ഉം 4ഉം. ബാക്കി ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ താഴെ 2 വരും. ആൻഡ് ഈ റൂട്ട് മുകളിലേക്കാണ് പോവുക അല്ലേ. സോ റൂട്ട് 2 ബൈ 2 വരും. ഈ റൂട്ട് 2 ബൈ 2ൽ 2 എന്ന് പറയുന്നത് റൂട്ട് 2 സ്ക്വയർ ആണ് അല്ലേ. സോ ഒരു റൂട്ട് 2 ക്യാൻസൽ ആയി. ഒന്നുകൂടി സിംപ്ലിഫൈഡ് ഫോമിൽ നമുക്ക് ആൻസർ കിട്ടി, 1 ബൈ റൂട്ട് 2. 8th question, if y is equal to ln x by x, then the value of y double dash of e is a 1, b minus 1 by a, c minus 1 by e square, d minus 1 by e cube. Correct answer ഓപ്ഷൻ ഡി ആണ്, minus 1 by e cube. നമുക്ക് നോക്കാം, y is equal to ln x by x ആണ്. അപ്പോൾ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇവിടെ ജസ്റ്റ് മൈനസ് ഒന്ന് വിട്ടു പോയിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം.
ഓക്കെ, സോ നമുക്ക് ആദ്യം നമുക്ക് y ഡബിൾ ഡാഷ് ഓഫ് ഇ ആണ് കാണേണ്ടത്. y ഡബിൾ ഡാഷ് കാണണമെങ്കിൽ ആദ്യം y ഡാഷ് ഓഫ് എക്സ് കാണണം, ദെൻ y ഡബിൾ ഡാഷ് ഓഫ് എക്സ് കാണണം, എന്നിട്ട് ഈ എക്സിന് ഇ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം y ഡാഷ് കാണാം. അപ്പോൾ y ഡാഷ് കാണാനാണ് 1 മൈനസ് ln x ബൈ എക്സ് സ്ക്വയർ. അതെങ്ങനെ കിട്ടുക? ഡെറിവേറ്റീവ് ഓഫ് ln x ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് കാണാം അല്ലേ. സോ ജി എഫ് ഡാഷ്, അതായത് എക്സ് ഇൻറ്റു ln എക്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് മൈനസ് എഫ് ജി ഡാഷ്. എഫ് ജി ഡാഷ് എന്ന് പറയുമ്പോൾ എൽ എൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്താ 1. സോ ഈ എക്സും എക്സും ക്യാൻസൽ ആയി. ഇനി ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് സ്ക്വയർ എന്താ? എക്സ് സ്ക്വയർ വരും അല്ലേ. സോ 1 മൈനസ് എൽ എൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വൈ ഡാഷ് കിട്ടി. ഇനി വൈ ഡബിൾ ഡാഷ് കാണണം. അപ്പോൾ ഇപ്പോൾ കിട്ടിയത് വീണ്ടും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഒന്നുകൂടി ഡെറിവേറ്റീവ് കാണാം. വൺ മൈനസ് എൽ എൻ എക്സ് ബൈ എക്സ് സ്ക്വയറിന്റെ ഒന്നുകൂടി ഡെറിവേറ്റീവ് കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടുക? എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എൽ എൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? മൈനസ് 1 ബൈ എക്സ്. ഇനി മൈനസ് എഫ് ജി ഡാഷ്, അതായത് 1 മൈനസ് എൽ എൻ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? 2x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ, അതായത് എക്സ് റേസ് ടു 4. ഇനി നമുക്ക് ഇതേപോലെ അടുത്ത് എന്ത് ചെയ്യണം? എക്സിന് ഇ കൊടുക്കുക. സോ ഇവിടുത്തെ ടേം എന്താ വരിക? ഇ സ്ക്വയർ. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, കാരണം ഈ ഒരു മൈനസ് ഉണ്ടല്ലോ. ഇ സ്ക്വയർ ഇൻറ്റു മൈനസ് 1 ബൈ ഇ. അപ്പോൾ ഈ ഇയും ഇ സ്ക്വയറും ക്യാൻസൽ ഒരു ഇ വരും. ഇനി മൈനസ് എൽ എൻ ഇ അല്ലേ വരിക? എൽ എൻ ഇ എന്ന് പറയുന്നത് 1 ആണ്. നാച്ചുറൽ ലോഗ് ഓഫ് ഇ എന്ന് പറയുന്നത് 1 ആണ്. സോ 1 മൈനസ് 1 ഇൻറ്റു 2x, അതായത് ഈ ടേം 0 ആയി പോകും, ഡിവൈഡഡ് ബൈ ഇ റേസ് ടു 4. സോ നമുക്ക് മൈനസ് ഇ, ഇവിടുത്തെ ആകെ കൂടി ഈ ടേം അല്ലേ ഉള്ളൂ, മൈനസ് ഇ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു 4 വരും. ഓരോ ഇ ക്യാൻസൽ ആയാലും മൈനസ് 1 ബൈ ഇ ക്യൂബ് ആണ് ആൻസർ കിട്ടുക. 9th question, if x equal to a into cos theta plus theta sin theta, y is equal to a into sin theta minus theta cos theta, then d square y by dx square. അപ്പോൾ dy by dx കാണണം, എന്നിട്ട് ഒരു പ്രാവശ്യം കൂടി ഡെറിവേറ്റീവ് കാണണം. a c cube theta by a theta, b sec square theta by theta, c a theta cos cube theta, d sec square theta by a. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, c cube theta by a theta. അപ്പോൾ ആദ്യം നമുക്ക് dy by dx കാണണം, അതായത് yയും xും ഡിപ്പെൻഡന്റ് ഓൺ തീറ്റ ആണ് അല്ലേ. എക്സും വൈയും ഡിപ്പെൻഡന്റ് ഓൺ തീറ്റ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യണം? ഓരോന്നിനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് ഡിവൈഡ് ചെയ്യാം. സോ dy by dx അല്ല വേണ്ടേ? അപ്പോൾ dy by d തീറ്റ ഡിവൈഡഡ് ബൈ dx by d തീറ്റ ചെയ്യണം. അപ്പോൾ നമുക്ക് dy by dx കിട്ടും അല്ലേ. അപ്പോൾ ഓരോ ടേംസും സെപ്പറേറ്റ് ആയി ആദ്യം കാണാം. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് dy, ഇത് y ആണ്, dy by d തീറ്റ കാണാം. അപ്പോൾ y എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ dy by d തീറ്റ എന്താ വരിക? a ഔട്ട്സൈഡ് തന്നെ എഴുതുക. സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താ? കോസ് തീറ്റ. ഇനി മൈനസ് തീറ്റ കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താ? വിത്ത് റെസ്പെക്ട് ടു തീറ്റ ആണ് നമ്മൾ എടുക്കുന്നത്. സോ തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ, ഇനി ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, പ്ലസ് കോസ് തീറ്റ ഇൻറ്റു തീറ്റയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ 1 അല്ലേ. ഇനി ഇവിടെ ഈ മൈനസ് ഉള്ളിലേക്ക് എടുക്കുക ഓരോ ടേംസിനും. സോ എ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് തീറ്റ സൈൻ തീറ്റ. ഇനി ഇവിടെ ഒരു മൈനസ് എടുത്തു കഴിഞ്ഞാൽ എന്താ? ഇത് ഇൻറ്റു ആണ്, മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് കോസ് തീറ്റ വരും. ഈ മൈനസ് കോസ് തീറ്റയും ക്യാൻസൽ ആയി. സോ ന്യൂമറേറ്റർ എന്താവും? എ ഇൻറ്റു തീറ്റ സൈൻ തീറ്റ. അപ്പോൾ അത് ന്യൂമറേറ്റർ കിട്ടി. അതേപോലെ നമുക്ക് ഡിനോമിനേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താ? എ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ പ്ലസ് തീറ്റ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ. കാരണം എന്താ? കോസ് തീറ്റയുടെ എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റയാണ്. തീറ്റ സൈൻ തീറ്റയുടെ എന്താ വരിക? തീറ്റ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ വരും. അപ്പോൾ അതാണ് ഈ ടേംസ് കിട്ടുക. ഇനി ഇവിടെ മൈനസ് സൈൻ തീറ്റയും ക്യാൻസൽ ആവും. അപ്പോൾ എ ഇൻറ്റു തീറ്റ കോസ് തീറ്റ കിട്ടും. സോ ഇവിടെ എ തീറ്റ ക്യാൻസൽ ചെയ്താൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താ? ടാൻ തീറ്റ. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വീണ്ടും കാണണം അല്ലേ. സോ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ തീറ്റയാണ്. അതായത് ഡി ബൈ ടാൻ എന്ന് പറയുന്നത് തീറ്റേനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. സോ ഡി ബൈ ഡി തീറ്റ ഓഫ് ടാൻ തീറ്റ ഇനി ഇൻറ്റു ഡി തീറ്റ ബൈ ഡി എക്സ് ചെയ്യണം. കാരണം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമുക്ക് കാണേണ്ടത്. സോ നമ്മൾ ഇതുപോലെ
ഡി ബൈ ഡി തീറ്റ, നമുക്ക് ടാൻ തീറ്റനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് തീറ്റനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഡി ബൈ ഡി തീറ്റ ഓഫ് ടാൻ തീറ്റ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി എക്സ്. അതായത് ടാൻ തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താ? സീക്ക് സ്ക്വയർ തീറ്റ. ഈ ടൈംസ് ഉദ്ദേശിക്കുന്നത് ഇൻറ്റു ആണ്. ഇൻറ്റു ഡി തീറ്റ ബൈ ഡി എക്സ് എന്നത് 1 ബൈ ഡി എക്സ് ബൈ, അതായത് നമുക്ക് ജസ്റ്റ് നേരത്തെ ഓൾറെഡി നമ്മൾ ഡി എക്സ് ബൈ ഡി തീറ്റ കണ്ടതാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി, 1 ബൈ ഇത് ചെയ്താൽ മതി. ക്ലിയർ ആയോ? സോ ഡി തീറ്റ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഡി എക്സ് ബൈ ഡി തീറ്റ നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1 ബൈ എ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. ഇനി ഇവിടെ എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാനുണ്ടോ? എ തീറ്റ താഴെ അങ്ങനെ തന്നെ വരും. ഈ 1 ബൈ കോസ് തീറ്റ എന്താ? സീക്ക് തീറ്റയാണ്, അത് മുകളിൽ വരും അല്ലേ. സോ ഓൾറെഡി സീക്ക് സ്ക്വയർ തീറ്റ മുകളിലുണ്ട്. സീക്ക് സ്ക്വയർ തീറ്റ ഇൻറ്റു സീക്ക് തീറ്റ എന്താ? സീക്ക് ക്യൂബ് തീറ്റ ബൈ എ തീറ്റയാണ് ആൻസർ വരും. 10th question. The value of c in Rolle's theorem for the function on the indicated intervals f of x is equal to sin 2x on the closed interval 0, pi by 2 is a pi by 2, b pi by 4, c pi by 3 and d pi by 6. Correct answer option B ആണ്, pi by 4. നമുക്ക് നോക്കാം. അതായത് റോൾസ് തിയറം എന്ന് പറയുന്നത് ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ആർ ആണ്. പിന്നെ അത് മാത്രമല്ല എക്സ്ട്രീമിലുള്ള വാല്യൂസ് നമുക്ക് കണ്ടുപിടിച്ച് കൊടുക്കാം. അതായത് ഈ 0 pi by 2 ആണ് വാല്യൂസ്, എക്സ്ട്രീം വാല്യൂസ്. അപ്പോൾ a is equal to 0, b is equal to pi by 2. അപ്പോൾ അതിൽ ഫംഗ്ഷൻ്റെ വാല്യൂസ് നോക്കാം. f of 0, അതായത് sin 2x അല്ല, അപ്പോൾ sin 2xന് 0 കൊടുക്കുക. അപ്പോൾ 0, sin 0 0 ആണ്. അതേപോലെ f of pi by 2, f of b എന്താ വരിക? sin 2 into pi by 2, അതായത് ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത sin pi, ദാറ്റ് is 0. അപ്പോൾ f of 0 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എന്താ കിട്ടി? f of 0 നമുക്ക് f of pi by 2 ആണ്. അതായത് ഉദ്ദേശിക്കുന്നത് f of a is equal to f of b എന്ന് നമുക്ക് കിട്ടി അല്ലേ. ഇനി അങ്ങനെയാണെങ്കിൽ റോൾസ് തിയറത്തിൽ എന്താ പറയണത്? there exists a value c in the interval 0 pi by 2, അതായത് എയുടെയും ബിയുടെയും ഇടയിൽ ഒരു വാല്യൂ c എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. such that f dash of c is 0 ആണല്ലോ. സോ f dash of c 0 ആണെന്ന് കൊടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ f dash of x കാണണം, എന്നിട്ട് എക്സിന് c കൊടുക്കുക അല്ലേ. അപ്പോൾ sin 2xന്റെ ഡെറിവേറ്റീവ് ഇത് കാണണം. sin 2xന്റെ ആദ്യം കോസ്, സൈനിന്റെ കോസ് ആണ്, അപ്പോൾ cos 2x. ഇനി ഇൻറ്റു ചെയിൻ റൂൾ പ്രകാരം 2xന്റെ ഡെറിവേറ്റീവ് എന്താ? 2. അപ്പോൾ 2 cos 2x വരും. അപ്പോൾ നമുക്ക് f dash of x കിട്ടി. അതിൽ എക്സിന് c കൊടുക്കുക. അപ്പോൾ 2 cos 2c വരും. അത് ഈക്വൽ ടു 0 എന്ന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2 RHSൽ പോയാൽ 0 വരും. അപ്പോൾ cos 2c 0 കിട്ടും. അതായത് 2c എന്ന് പറയുന്നത് നമുക്കറിയാം, അതായത് cos of 90 എന്ന് പറയുന്നത്, അതായത് pi by 2, cos pi by 2 0 ആണെന്ന് അറിയാം അല്ലേ. സോ 2c എന്തായിരിക്കണം? pi by 2 ആയിരിക്കണം. എങ്കിൽ മാത്രം നമുക്കത് 0 കിട്ടുള്ളൂ. സോ 2c equal to pi by 2, 2നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ c എന്തായി കിട്ടും? pi by 4 കിട്ടും. ഈ pi by 4 0ന്റെ pi by 2ന്റെ ഇടയിലാണല്ലോ. സോ അത് നമുക്ക് c യുടെ വാല്യൂ pi by 4 ആണ്. 11th question. If f of 0 equal to 4 and f dash of x equal to 3 by x square plus 2, the lower bound of f of 2 estimated by mean value theorem is. അപ്പോൾ നമുക്ക് mean value theorem പ്രകാരം നമുക്ക് ലോവർ ബൗണ്ട് കാണണം അല്ലേ, ഓഫ് f of 2. അപ്പോൾ f of 0 4 തന്നിട്ടുണ്ട്, f dash of x ഉം 3 by x square plus 2 ആണ് തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് a 0, b 7, c 5 and d 12. അപ്പോൾ നമുക്കറിയാം മീൻസ് വാല്യൂ തിയറം എന്താ? f dash of x എന്ന് പറയുന്നത് f of b minus f of a by b minus a ആണ്. തന്നിരിക്കുന്നതിൽ a എന്ന് പറയുന്നത് എന്താണ്? 0 ആണ് അല്ലേ. a 0 ആണ്, പിന്നെ b is equal to 2 ആണ്. സോ a 0 b 2 കിട്ടി. ഇനി f dash of x എന്താ? 3 by x square plus 2 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ഓക്കെ, നമുക്ക് മീൻസ് വാല്യൂ തിയറത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ f of b പറഞ്ഞാൽ f of 2 മൈനസ് f of a പറഞ്ഞാൽ f of 0 ഡിവൈഡഡ് ബൈ b മൈനസ് a എന്താ വരിക? 2 മൈനസ് 0 is equal to f dash of x. അതായത് f dash of x എന്താ നമുക്ക് തന്നിരിക്കുന്നത്? 3 by x square plus 2. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി താഴെ എന്താ വരിക? 2 മൈനസ് 0 2 വരും. അത് RHSൽ കൊണ്ടുപോവാം. സോ 2 ഇൻറ്റു f dash of x, അതായത് 2 ഇൻറ്റു 3 by x square plus 2 വരും. RHSൽ LHSൽ എന്താ വരിക? ന്യൂമറേറ്ററിൽ f of 2 മൈനസ് f of 0, അതായത് f of 2, f of 0 4 ആണ്. സോ ആ f of 2 മൈനസ് 4, ആ 4 മൈനസ് 4നെ RHSൽ കൊണ്ടുപോകാം. സോ പ്ലസ് 4 ആണ്. ഓക്കെ, അപ്പോൾ f of 2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? സോ ലോവർ ബൗണ്ട് ഓഫ് f of 2 എന്ന് പറയുന്നത് എന്തായി? 2 ഇൻറ്റു 3 by x square plus 2 പ്ലസ് 4. ഇനി ഇതിൽ എക്സിന് നമ്മൾ 2 കൊടുക്കുക, കാരണം ലോവർ ബൗണ്ട് ഓഫ് f of 2 ആണ് ചോദിക്കുന്നത്. അപ്പോൾ എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക?
2 into 3 divided by x square plus 2 x into 2 കൊടുക്കുക 2 square plus 2 plus 4 കിട്ടും. That is 6 divided by 6 plus 4. അതായത് 1 plus 4 is equal to 5 ആണ് ആൻസർ കിട്ടും. താങ്ക് യു.